അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന മറ്റു വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ആ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു. നമുക്കിവിടെ റാഡിഷ് പിക്കിൾ ഉണ്ടാക്കാം. അതിനായിട്ട് 2 റാഡിഷിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നമ്മൾ മാങ്ങ അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം കേട്ടോ. നമ്മൾ അച്ചാറിടാനായിട്ട് മാങ്ങ അരിയുന്നത് പോലെ തന്നെ ചെറുതായിട്ട് റാഡിഷും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടി, ഒട്ടും വെള്ളം ഇല്ലാതിരിക്കണമല്ലോ, അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ അച്ചാറിന് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ പുളിപ്പൊക്കെ ഈ റാഡിഷ്മ പിടിക്കണം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ധാരാളം ഇട്ട് കൊടുക്കരുത്, മാങ്ങ ഇടുന്നത് പോലെ. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു 3 മണിക്കൂറെങ്കിലും, ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ അച്ചാറിൽ ഇടാനായിട്ട് ഒരു 10 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് എടുക്കണം, 2ആയിട്ട് കീറിയെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കായം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചി, അത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, അത് നമുക്ക് 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കാം. വഴണ്ട് വരട്ടെ. ഇതിലോട്ട് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പൊടികളായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫെനുഗ്രീക്ക് പൗഡർ ഉണ്ടല്ലോ, ഉലുവാപ്പൊടി ഏകദേശം ഒരു 1-1.25 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു കുത്തുമണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന റാഡിഷ് ഇട്ട് കൊടുക്കുകയാണ്. റാഡിഷ് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങും. അതാണ് ഇതിൻ്റെ ഗ്രേവി ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ മറ്റത് മാങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല തണുത്ത ശേഷമാണ് അത് ചേർത്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ റാഡിഷ് ഒരു ചെറിയ ഫ്ലെയിമിൽ തീ കിടക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ് ഇതിനെ ഒന്ന് ചൂടാക്കി കുക്ക് ചെയ്തെടുക്കണം. അവസാനമായിട്ട് നമുക്ക് കടുകും ഉഴുന്നും കൂടി ഒരുമിച്ച് ഒരുപോലെ എടുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇതിലൊരു ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഞാൻ നമ്മുടെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അധികമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം വേറെ പാത്രങ്ങളിലോട്ടെടുത്ത് മാറ്റാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് റാഡിഷ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരെണ്ണത്തിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വേണം ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും നമ്മൾ മാങ്ങയുടെ അതേ ടേസ്റ്റ് ഒന്നും കിട്ടിയെന്ന് വരില്ല. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോൾ റാഡിഷൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോളൂ. അത്യാവശ്യം പുളിയൊക്കെയുള്ള നല്ലൊരു അച്ചാറാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടുകാരെ. നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.